എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷനായ PNC-MACൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഫുൾ ഫീയും പേ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ 15-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യണമായിരുന്നു. പല കുട്ടികളും ജോയിൻ ചെയ്തവരുമുണ്ട്, ജോയിൻ ചെയ്യാത്ത കുട്ടികളുമുണ്ട്. ഇനി നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു കോളേജാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം. ടോക്കൺ ഫീ അടച്ചെങ്കിൽ മാത്രമാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തില്ല. അതുപോലെ തന്നെ പിന്നെയുള്ളൊരു ഡൗട്ടാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കോളേജ് കിട്ടി, പക്ഷേ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്തില്ല. തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു, പക്ഷേ നിങ്ങൾക്ക് കോളേജുകളൊന്നും കിട്ടിയില്ല എങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യാമോ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ കിട്ടിയ കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോളേജ് നിങ്ങൾക്ക് ക്യാൻസലാകും. പിന്നീട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയെങ്കിൽ മാത്രമാണ് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തിരിച്ചുപോയി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ് ലഭിക്കുക. പിന്നീട് നിങ്ങൾക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ലഭിക്കുക സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. മിക്ക കോളേജുകാരും അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ കണ്ടിന്യൂ ചെയ്യണം. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാതെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നഷ്ടപ്പെടും. ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ടോക്കൺ ഫീയും അടച്ചിരിക്കണം. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ജോയിൻ ചെയ്ത കുട്ടികളുടെയും ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ ഏതൊക്കെ കോളേജുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാത്ത കുട്ടികളാണ്, എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് മാർക്ക് ഉള്ള കുട്ടിക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസിൽ റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്കും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പല കുട്ടികളും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിരുന്നു. അതിനായിട്ട് PNC-MACൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ കൊടുത്ത കോളേജ് ലിസ്റ്റ് വരും. നിങ്ങൾ ആദ്യം കൊടുത്തിരിക്കുന്ന ആ കോളേജ് ലിസ്റ്റ് വരും. ഓരോ കോളേജസിന് നേരെയും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ കോളേജുകളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഏത് കോളേജിലാണ്, അതുപോലെ തന്നെ ഓരോ ഇൻഡെക്സ് മാർക്കിനനുസരിച്ച് ഏതൊക്കെ കോളേജുകളിലാണ് താഴ്ന്ന ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനടുത്ത് വരുന്നത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളാണ് കഴിഞ്ഞിട്ടുള്ളത്. ഈ 2 അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിരവധി കുട്ടികളാണ് കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ടോക്കൺ ഫീ അടച്ച് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ നിരവധി വേക്കൻസികൾ ഓരോ കോളേജിലും വേക്കൻസികൾ വന്നിട്ടുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റിൽ അതനുസരിച്ച് സീറ്റ് വേക്കൻസി അനുസരിച്ച് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനനുസരിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം പിന്നെയും സീറ്റ് വേക്കൻസി അനുസരിച്ചായിരിക്കും അലോട്ട്മെൻറ്റുകൾ വരിക. പല കുട്ടികളും ചോദിച്ചിരുന്നു PNC-MACൽ എത്ര അലോട്ട്മെൻറ്റുകളുണ്ടെന്ന്. സാധാരണയായിട്ട് 5 or 6 അലോട്ട്മെൻറ്റുകൾ നടത്താറുണ്ട്. അപ്പോൾ ഓരോ സീറ്റ് വേക്കൻസി അനുസരിച്ചായിരിക്കും അലോട്ട്മെൻറ്റുകൾ വരിക.
അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇന്നാണ്. തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ അടച്ചതിന് ശേഷം കോളേജിൽ ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്ത എല്ലാ രേഖകളുടെയും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീയും നിങ്ങൾ അടച്ച് വേണം അഡ്മിഷൻ എടുക്കുവാനായിട്ട്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീ നിങ്ങൾ അടച്ചില്ലെങ്കിലോ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പോകുമ്പോൾ ഈ ഡോക്യുമെൻറ്റ്സും ഫസ്റ്റ് ഇയറിലെ ഫീയും നിങ്ങൾ കയ്യിൽ കരുതണം. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് ആണ് ലഭിച്ചതെങ്കിൽ ടോക്കൺ ഫീ അടച്ചിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 3 അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബാക്കി അലോട്ട്മെൻറ്റ് ഡേറ്റുകൾ നമ്മളെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വേക്കൻസി വരുന്നതിനനുസരിച്ച് പിന്നീട് അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ നേഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് PNC മാക്കും. അതുകൊണ്ട് തന്നെ ആവറേജ് മാർക്കുള്ള സ്റ്റുഡൻസിന് പോലും അഡ്മിഷൻ കിട്ടാനുള്ളൊരു സാധ്യത PNC മാക്കിലാണ്. എല്ലാ കമ്മ്യൂണിറ്റി വിഭാഗത്തിലുള്ള കുട്ടികൾക്കും ഒരേപോലെ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയും ഇതിൻ്റെ അകത്തുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷൻ കൂടിയാണ് PNC മാക്കിൻ്റെ. അതുപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന പ്രൈവറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് ആണെങ്കിലും അലോട്ട്മെൻറ്റ് വഴി മാത്രമാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. റെക്കമെൻഡേഷൻ വഴിയൊന്നും നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 429 ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 424 ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ കുറച്ച് കുട്ടികൾക്കും കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം സീറ്റ് വേക്കൻസികൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എല്ലാ അലോട്ട്മെൻറ്റിലും കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ നിങ്ങൾ ടോക്കൺ ഫീ അടച്ചു. അങ്ങനെയുള്ള കുട്ടികൾക്ക് ടോക്കൺ ഫീ തിരികെ ലഭിക്കുമോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജിലും കിട്ടിയ കോളേജ് ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ടോക്കൺ ഫീ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് റീഫണ്ടിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഏതെങ്കിലും കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളേജാണെങ്കിലും സാറ്റിസ്ഫൈഡ് ആകാത്ത കോളേജാണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ടോക്കൺ ഫീ അടച്ചിരിക്കണം. ടോക്കൺ ഫീ അടച്ചെങ്കിൽ മാത്രമാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ PNC മാക്കിൻ്റെ അലോട്ട്മെൻറ്റുകളിൽ തന്നെ നിങ്ങൾ ഡിലീറ്റായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം. അതുപോലെ സീറ്റ് വേക്കൻസി അനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് കോളേജുകളിൽ ഒത്തിരി വേക്കൻസികളുണ്ട്. അതുപോലെ തന്നെ ഒറ്റ കുട്ടികൾ പോലും ജോയിൻ ചെയ്യാത്ത കോളേജുകളുമുണ്ട്. വിനായക കോളേജ് ഓഫ് നേഴ്സിംഗ് വയനാട്, അതുപോലെ തന്നെ ധനലക്ഷ്മി കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ, അർച്ചന കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട. അപ്പോൾ ഈ 3 കോളേജുകളിൽ ഒറ്റ കുട്ടികൾ പോലും ജോയിൻ ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസി ഉള്ളത് ഏത് കോളേജാണ് എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കോളേജുകളൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസായിട്ട് ചോദിക്കുക. താങ്ക് യു.